സമാധാനം, അപ്പം, ഭൂമി. ഇതായിരുന്നു ലെനിൻ വെറുതെ പറയുകയല്ല പ്രാവർത്തികമാക്കിയ മുദ്രാവാക്യങ്ങൾ. കർഷകർക്ക് അവരുടെ അധിക ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള വിപണികൾ സൃഷ്ടിച്ചു. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്ക് സ്വകാര്യ ഉടമസ്ഥതകൾ അനുവദിച്ചു കൊടുത്തു. രാജ്യം പ്രതീക്ഷകളുടെ പുത്തൻ ഉണർവിൽ രംഗപ്രവേശം ചെയ്തു. ലെനിന്റെ മരണത്തിന് ശേഷം സ്റ്റാലിന്റെ കയ്യിൽ റഷ്യ എത്തിച്ചേരുന്നു. ജോസഫ് സ്റ്റാലിൻ റഷ്യയെ ഒരു വൻ വ്യാവസായിക ശക്തിയാക്കി മാറ്റി. കൽക്കരി, ഇരുമ്പുരുക്ക്, പ്രതിരോധ മേഖല ഇവയിലെല്ലാം ഒരു വൻ മുന്നേറ്റം തന്നെ സ്റ്റാലിൻ സൃഷ്ടിച്ചെടുത്തു. അപ്പോഴും സ്റ്റാലിൻ്റെ ദുസ്സഹമായ ഏകാധിപത്യ ഭരണവും നാം ഓർക്കേണ്ടതാണ്. ഭരണകൂടത്തിനെതിരെയുള്ള വായുകൾ അടപ്പിക്കുവാൻ മഹത്തായ ശുദ്ധീകരണം എന്ന പേരിൽ ഗുലാബുകൾ എന്ന ക്യാമ്പുകളിൽ നടത്തപ്പെട്ടത് കൂട്ടക്കുരുതികളായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറെ അവസാനിപ്പിച്ച് വിജയശ്രീലാളിതനായി നിൽക്കുമ്പോൾ 27 ദശലക്ഷത്തിലധികം സോവിയറ്റ് പൗരന്മാരെയും കുരുതി കൊടുത്തിരുന്നു എന്ന് ഓർക്കണം.